സിസ്റ്ററെ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഠിക്കാനെന്ന് പറഞ്ഞ് ഒത്തിരി മലയാളി കുട്ടികൾ ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിലുണ്ട്. ഇവരെല്ലാം ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം കണ്ടിട്ട് വേദനിച്ചിട്ടാണ് ഞാൻ സിസ്റ്ററോട് വിളിച്ച് പറയണേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലിവിങ് ടുഗദറാ, എല്ലാവരും ലിവിങ് ടുഗദറാ. ഹോസ്റ്റലുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സിസ്റ്ററെ വിളിച്ചതെന്ന്. നമ്മൾ നോമ്പെടുക്കണോ? ഉപവാസം നടത്തണോ? അതിലിത് നിയോഗം വെക്കണോ? നമ്മുടെ മക്കളെല്ലാം ഇന്ന് പുറം രാജ്യങ്ങളിലേക്കല്ലേ പോണേ. ഇതിക്ക് മുമ്പ് ഒരു ടോക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ മുഴുവൻ അങ്ങോട്ട് പോണത്, എന്തുകൊണ്ടാണ് പോണത്? ഇതിൻ്റെയൊക്കെ പുറകിൽ തലമുറകളിൽ നടന്ന ദൈവകൽപ്പന ലംഘനം ഉണ്ട്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ പോയിട്ട് അവിടെ നല്ല രീതിയിലല്ല, പള്ളികളുണ്ട്, കൂദാശകൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് പോണ മക്കൾക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റണില്ല. വളരെ വേദനയോടുകൂടി എന്നോട് ആ ചേട്ടൻ, 60 വയസ്സ് പ്രായമുള്ളൊരു ചേട്ടനാ, ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 33 വർഷമായി സിസ്റ്ററെ, ഇപ്പോഴാണ് ഒരുപാട് ഇങ്ങനെ കാണണേ. നാട്ടിൽ നിന്ന് വരുന്ന മക്കളൊക്കെ ഇങ്ങനെയാണ്. നോമ്പും പ്രാർത്ഥനയൊക്കെ കൂട്ടണ്ടേ, നിയോഗങ്ങൾ മാറ്റണ്ടേ, നമ്മൾ മാറ്റണം. എന്തിനാ ഞാൻ ഇതിനു വേണ്ടി നോമ്പെടുക്കാൻ പറയണേ എന്നറിയോ? ഈ തലമുറയിൽ വന്ന ലംഘനങ്ങൾ, പ്രമാണ ലംഘനങ്ങൾ, തലമുറകളിൽ വന്ന കെട്ടുകളാ നമ്മുടെ മക്കളെ ജഡിക പാപങ്ങളിലേക്ക് കൊണ്ടുപോകണേ. 1-ാം പ്രമാണ ലംഘനം, പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് 6-ാം പ്രമാണ ലംഘനത്തിലേക്കാണ്. അതിന്ന് ജഡിക പാപത്തിൻ്റെ മേഖലയല്ലേ. നമ്മുടെ മക്കളൊക്കെ അതിൽ പെട്ടുകിടക്കുക. ആ കെട്ടൊക്കെ അഴിക്കണമെങ്കിലല്ലേ നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും എടുത്തേ പറ്റൂ.